ഓക്കെ, ഇതാണ് നമുക്ക് അടുത്ത ആഴ്ച എന്ന ഡൗട്ട്. ദ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി ഫോളോഡ് ബൈ എ പാർട്ടിക്കിൾ ഈസ് y is equal to x minus x square by 40, where x and y are in meters. After how much time the velocity of the particle will be perpendicular to velocity of the projection? ഇതാണ് ചോദ്യം. എത്ര സമയത്തിന് ശേഷമാണ് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ വിൽ ബി പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ഓഫ് ദി പ്രൊജക്ഷൻ? അതായത് ചോദ്യം എന്താ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഇതാണ് പ്രൊജക്ടൈൽ മോഷൻ എങ്കിൽ ഇതാണ് പ്രൊജക്ടൈൽ മോഷൻ. അപ്പോൾ നമ്മളുടെ സ്റ്റാർട്ടിങ്ങിൽ അത് പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി യു ആണെന്ന് വിചാരിക്കുക. ഇതാണ് സ്റ്റാർട്ടിങ്ങിൽ പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി. ഇതതിൻ്റെ ഡയറക്ഷൻ മാത്രമേ വരക്കുന്നുള്ളൂ. അത് പ്രൊജക്റ്റ് ചെയ്ത ആംഗിൾ തീറ്റ. അങ്ങനെ ഈ വെലോസിറ്റി ഇതിങ്ങനെ ഒബ്ജക്റ്റ് പോയിക്കൊണ്ടിരിക്കുമ്പം ഈ ഒബ്ജക്റ്റും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിൾ എന്തായി വരും? ഇതിൻ്റെ വെലോസിറ്റിയും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിൾ കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി ഇങ്ങനെയായി. ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി ഇങ്ങനെയാവും, അതായത് ഹൊറിസോണ്ടലാവും. അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നമ്മൾ എ ബി സി എന്ന് വരക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെ തമ്മിലുള്ള ആംഗിളാണ്? വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനും ഇപ്പോഴത്തെ വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ 90 ആവുന്ന പോയിൻ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനും ഇപ്പോഴത്തെ വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ 90 ആവണം അല്ലേ? ആ പോയിൻ്റ് എന്തായിക്കഴിഞ്ഞാലും ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. ആ പോയിൻ്റ് എന്തായിക്കഴിഞ്ഞാലും അതിൻ്റെ ഹാഫ് വേക്ക് അപ്പുറത്തായിരിക്കും അല്ലേ? ഓക്കെ, ഇതാണ് യു. ആ യു ആണ് ഞാനിവിടെ വീണ്ടും വരച്ചത്. കണ്ട, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ആ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിളും വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? തീറ്റയായിരിക്കും. അതായിരിക്കും ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഇതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി, എന്ത്? യു കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അവിടെ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ യു കോസ് തീറ്റയാണ്, വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ യു ആണ്. ആംഗിൾ നോക്കിയപ്പോൾ അത് തീറ്റയാണ്. ഓക്കെ, അതാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, അപ്പോൾ അത്രയും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എപ്പോഴാണ് ഈ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനും വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിളും തമ്മിൽ പെർപെൻഡിക്കുലർ ആവുക? ഒരു കാര്യം ഉറപ്പാണ്, വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനും വെലോസിറ്റി ഓഫ് പാർട്ടിക്കിളും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെച്ചായിരിക്കും? അത് ബി മുതൽ സി വരെയുള്ള ഏതോ ഒരു പോയിന്റിൽ വെച്ചായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക. ഒന്നും കൂടി നമുക്ക് സൂം ചെയ്ത് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു റാൻഡം പോയിന്റ് എടുത്ത് ഒന്നുകൂടി കാണിക്കാം. ഇതൊരു പോയിൻ്റാണ്. ഇവിടുത്തെ ഈ പോയിന്റിലെ വെലോസിറ്റി ഇങ്ങനെ വരും. ഈ പോയിന്റിലെ വെലോസിറ്റി ഇങ്ങനെ വരും. നമ്മുടെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ നേരത്തെ വരച്ച പോലെയാണെങ്കിൽ നമ്മളുടെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ യുക്കോസ് തീറ്റ കുറച്ച് ഇങ്ങോട്ട് മാറിക്കിടക്കട്ടെ. അപ്പോൾ നമ്മളുടെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ നമ്മളുടെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. ആ പോയിന്റിൽ ഏത് പോയിന്റിൽ? എ ബി സി ഡി എന്ന് വിളിക്കുക. അപ്പോൾ ഡി എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്ത് നോക്കിയപ്പോൾ ഓക്കെ, ഇത് 90 ആവുന്ന പോലെ നമുക്ക് കണ്ടു തുടങ്ങി അല്ലേ? അപ്പോൾ എന്തായിക്കഴിഞ്ഞാലും 90 ആവാം, വേണമെങ്കിൽ ആവാം, അല്ലാതെ ആവാണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ 90ക്ക് അടുത്തെത്തി തുടങ്ങി. അപ്പോൾ എന്തായിക്കഴിഞ്ഞാലും ബി മുതൽ സി വരെയുള്ള ഭാഗത്ത് എവിടെയോ ആണിത് സംഭവിക്കുക. ഒരിക്കലും ഇത് എ മുതൽ ബി വരെയുള്ള ഭാഗത്ത് സംഭവിക്കില്ല. ഇത്രയൊക്കെ നമുക്കിതിനെപ്പറ്റി പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനും വെലോസിറ്റി ഓഫ് ദി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിളും തമ്മിലുള്ള ആംഗിൾ. ആ ആംഗിൾ 90 ആവണം. ആ ആംഗിൾ 90 ആവണമെങ്കിൽ അത് സെക്കൻഡ് ഹാഫിലായിരിക്കും, ബി സിയിലായിരിക്കും. ഓക്കെ, ഇത്രയും നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. ഇതൊന്നും ചെയ്യണ്ട. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കാം. നിങ്ങൾ ഈ ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക? y ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 40. y ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 40. ഇത് കണ്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താ പറയുക? ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ടാൻ തീറ്റ ഈക്വൽ ടു എന്താണ്? 1 ആണ്. കാരണം ടാൻ തീറ്റ കിടക്കേണ്ട സ്ഥലത്ത് കണ്ടാൽ 1 ആണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു എത്രയാണ്? 45 ആണ്. 45 ഡിഗ്രിയിലാണ് ഈ ചങ്ങായിനെ പ്രൊജക്റ്റ് ചെയ്തത്. അങ്ങനെ 45 ഡിഗ്രിയിലാണ് ഈ ചങ്ങായിനെ പ്രൊജക്റ്റ് ചെയ്തതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 45 ഡിഗ്രിയിലാണ് ഈ ചങ്ങായിനെ പ്രൊജക്റ്റ് ചെയ്തതെങ്കിൽ 45 ഡിഗ്രിയിലാണ് പ്രൊജക്റ്റ് ചെയ്തതെങ്കിൽ ഇത് പ്രൊജക്റ്റ് ചെയ്ത ആംഗിൾ 45 ആണ്. 45 ഡിഗ്രിയാണ്. ഓക്കെ, യു ഇവിടെ വെച്ച് പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് യു കോസ് തീറ്റയാണ്. ഓക്കെ, ഈ ആംഗിളാണ് നമുക്കിപ്പോൾ മനസ്സിലായ 45 ഡിഗ്രി. ഇതിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്താണ്? യു സൈൻ തീറ്റയാണ്. ഇതാണ് തുടക്കത്തിലെ പോയിൻറ്റ്. തുടക്കത്തിലെ പോയിൻറ്റിനെ എ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് അവസാനിക്കുന്ന പോയിൻറ്റ് ബി. ഈ ബി പോയിൻറ്റിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാലേ എന്തായിക്കഴിഞ്ഞാലും ഈ പ്രൊജക്റ്റൈലിൻ്റെ ഹൊറിസോണ്ടൽ
വെലോസിറ്റി മാറില്ല, അതെന്ത് തന്നെയായിരിക്കും, യു കോസ് തീറ്റ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ബിയിലെത്തുമ്പോൾ ആ പ്രൊജക്റ്റൈലിൻ്റെ വേർട്ടിക്കൽ വെലോസിറ്റി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ആ പ്രൊജക്റ്റൈലിൻ്റെ വേർട്ടിക്കൽ വെലോസിറ്റി താഴോട്ടേക്ക് എന്തായിരിക്കും, യു സൈൻ തീറ്റ ആയിരിക്കും. കാരണം വെർട്ടിക്കൽ മോഷൻ നോക്കിക്കഴിഞ്ഞാൽ മുകളിലോട്ടേക്ക് എറിഞ്ഞ അതേ സ്പീഡിലാണ് ഒബ്ജക്റ്റ് എവിടെ എത്തുക, താഴോട്ടേക്ക് എത്തുക. അങ്ങനെ യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും അതേപോലെ ഇപ്പുറത്തും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊജക്റ്റൈൽ താഴെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ആ പ്രൊജക്റ്റ് ചെയ്ത യു തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ത് തന്നെയായിരിക്കും, നേരത്തെ അവിടെ കാണിച്ചെന്ന് 45 ഡിഗ്രി തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിലേ പിന്നെന്താ പരിപാടി, ഈ യുവിനെ നമ്മളെടുത്ത് ഇവിടെ വെച്ച് നോക്ക്. യുവിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത യുവിനെ എയിൽ നിന്നും യുവിനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, എയിൽ നിന്നും യുവിനെ എടുത്തിട്ട് ഇവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ആംഗിൾ എത്ര തന്നെയാണ്, 45 ഓക്കെ, ഇതാണ് നമ്മുടെ യു. ആ ആംഗിളും ഈ ആംഗിളും, രണ്ട് ആംഗിളും 45 ആണെങ്കിൽ ഈ ഒരു ചോദ്യത്തിൽ മാത്രം കേട്ടോ, ഈ ഒരു ചോദ്യത്തിൽ, കാരണം പ്രൊജക്റ്റ് ചെയ്ത ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഒരു കാര്യം മനസ്സിലായിക്കോ, പ്രൊജക്റ്റ് ചെയ്ത ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും തമ്മിൽ 90 ഡിഗ്രി ആക്കുന്ന പോയിൻ്റ് ഏതാണ്, അതിൻ്റെ ലാസ്റ്റിലത്തെ പോയിൻ്റാണ്. ഓക്കെ, അതായത് നമ്മളോട് ചോദിച്ചത് അതിനെടുക്കുന്ന ടൈം കണ്ടുപിടിക്കാനാണ്. അതായത് നമ്മളോട് ചോദിച്ചത് സത്യം പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. എ മുതൽ ബി വരെയുള്ള ടൈം എന്താണ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മളുടെ ഇക്വേഷൻ ഓഫ് ട്രജക്ടറിയിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ a/√5b ആണ്, a/√5b. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ a/√5b. ഓക്കെ, എ എത്രയാണെന്ന് നോക്കിയാൽ ഈ ചോദ്യത്തിൽ കാണാൻ പറ്റും. നമ്മളെ ക്വസ്റ്റ്യനിൽ എ എന്താണ്, 1 ആണ്. അപ്പോൾ എക്ക് ഞാൻ എന്ത് കൊടുത്തു, 1 കൊടുത്തു, /√5b എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 1/40 ആണ്. ഓക്കെ, 1/40. 5ഉം 40 വെട്ടിപ്പോയാൽ 8 തലതിരിച്ച് വരുമ്പം ഇതിൻ്റെ ആൻസർ √8 ആണ്. √8 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2√2 ആണ്. അപ്പോൾ ഒന്നുമില്ല സാധനം, വളരെ സിമ്പിളാണ്. ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ ആൻസർ പറയാൻ പറ്റും. പക്ഷേ ഒന്ന് സെറ്റാവണം. അതായത് ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. അതായത് ഇനി ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതാം. ഓക്കെ, ഒബ്ജക്റ്റ് പ്രൊജക്റ്റ് ചെയ്ത ആംഗിൾ, ഇഫ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് തീറ്റ, if the angle of projection is theta, അതിൻ്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ആണെങ്കിൽ എന്താ ഞാൻ പറയാൻ പോകുന്നത്, അതിൻ്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ആണെങ്കിൽ അതിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റിയും അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും തമ്മിൽ അതിൻ്റെ ഫൈനൽ പോയിൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 2θ ആയിരിക്കും. ഓക്കെ, ഇഫ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് തീറ്റ, then angle made by initial velocity of projection എന്ന് പറയാം അല്ലേ, ഇനീഷ്യൽ എന്നൊന്നും പറയണ്ട. then the angle made by velocity of projection and instantaneous velocity of projection and instantaneous velocity, അതായത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി then angle made by the velocity of projection and instantaneous velocity at the last point of projectile, will be 2θ. ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ആണെങ്കിൽ ആംഗിൾ മെയ്ഡ് ബൈ ദി വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അറ്റ് ദി ലാസ്റ്റ് പോയിൻ്റ് ഓഫ് പ്രൊജക്റ്റൈൽ വിൽ ബി 2θ. ഇനി വേണമെങ്കിൽ നമുക്കൊരു കാര്യം കൂടി പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ലാസ്റ്റ് പോയിൻ്റ് ഓഫ് പ്രൊജക്റ്റൈൽ അല്ലേ, ലാസ്റ്റ് പോയിൻ്റ് ഓഫ് പ്രൊജക്റ്റൈലിൽ അതെന്താണ്, ലാസ്റ്റ് പോയിൻ്റ് ഓഫ് പ്രൊജക്റ്റൈലിൽ അത് എന്താണ് 2θ. ഇനി ഞാനത് ആ കളർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് മാറ്റി എഴുതുകയാണ്. ലാസ്റ്റ് പോയിൻ്റ് ഓഫ് പ്രൊജക്റ്റൈൽ എന്ന് മാറ്റിയിട്ട് ഞാൻ പറയുകയാണ് അറ്റ് ദി ടോപ്പ് മോസ്റ്റ് പോയിൻ്റ് ഓഫ് പ്രൊജക്റ്റൈൽ. ലാസ്റ്റ് പോയിൻ്റ് ഓഫ് പ്രൊജക്റ്റൈലിലാണെങ്കിൽ 2θ. ഇനി ടോപ്പ് മോസ്റ്റ് പോയിൻ്റ് ഓഫ് പ്രൊജക്റ്റൈലിലാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും
ഇനീഷ്യൽ വെലോസിറ്റിയും അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ടൈൽ വിൽ ബി തീറ്റ. ഇനി അതിനൊരു ഡയഗ്രാം വരച്ച് കാണിക്കണമെങ്കിൽ നമുക്കിവിടെ കാണിക്കാം. രണ്ടിനും നമുക്ക് ഡയഗ്രാം വരച്ച് കാണിക്കാം. രണ്ടിനും ഡയഗ്രാം വരച്ച് കാണിക്കാം. ഇതാണ് നമ്മളുടെ പ്രൊജക്ടൈലെങ്കിൽ ഇതാണ് സാധനം, ഇനീഷ്യൽ വെലോസിറ്റി, ഈ ആംഗിൾ തീറ്റ. അപ്പോൾ അത് ഫൈനലി എത്തുന്ന വെലോസിറ്റി ഇതാണ്. അപ്പോൾ ഫൈനലി എത്തുന്ന വെലോസിറ്റി ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും തീറ്റ. അങ്ങനെയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് വെച്ചുവാണെങ്കിൽ ഇതിൻ്റെ ഇടയിലെ ആംഗിൾ എന്തായിരിക്കും? 2θ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 45 ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആൻസർ 90 ആവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലാണ്. ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടൈം ഓഫ് ഫ്ലൈറ്റ്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വെക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രാഫ് വരക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ ഉള്ളത്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? തീറ്റയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതും നമുക്കിവിടെ വരച്ച് കാണിക്കാം. അത് നമ്മളെങ്ങനെയാണ് വരച്ച് കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ചിട്ട് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മളുടെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ u. ഓക്കെ, ഇതാണ് തീറ്റ. അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്തായിരിക്കും? u cos തീറ്റ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? u ആയിരിക്കും. ഇതിനിടയിലെ ആംഗിളും തന്നെയായിരിക്കും, തീറ്റ തന്നെയായിരിക്കും. വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, വരച്ച ശരിയായിട്ടില്ല, അത്രയും കൂടെ ശരിയായിട്ടില്ല വരച്ചത്. യുവിൻ്റെ ആ ഒരു ഇത് ശരിയായിട്ടില്ല. യു ഇങ്ങനെ തന്നെ അവിടെ വരക്കണം അല്ലേ? ഇങ്ങനെ തന്നെ വരക്കണം. ഓക്കെ, അപ്പോൾ ഇതന്നെ യു. അപ്പോൾ ഈ ആംഗിളും അത് തന്നെയായിരിക്കും, തീറ്റ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യം പോലെ തോന്നുമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്ത് എളുപ്പത്തിൽ ഈ ചോദ്യം ചെയ്യാം. ഓക്കെ, ഇനി ഞാനൊരു സാധനം പറയാം. അതായത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് മര്യാദയ്ക്ക് എങ്ങനെ ചെയ്യാമെന്നറിയണം അല്ലേ? കുറച്ച് ലെങ്തി ആയിരിക്കും. ഇത് മര്യാദയ്ക്ക് ചെയ്യലാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ ആക്ച്വൽ മെത്തേഡ് അല്ലെങ്കിൽ ഇത് നമുക്കൊരു എഴുതി വെക്കാൻ പറ്റിയൊരു മെത്തേഡ്. ഇതൊക്കെ നമുക്ക് ഓരോ മനക്കണക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. അതായത് വീണ്ടും നമ്മളുടെ പ്രൊജക്റ്റൈൽ വരട്ടെ. ഓക്കെ, അത് നമ്മളുടെ പ്രൊജക്റ്റൈൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് തൽക്കാലം തീറ്റ എന്ന് വിളിക്കാം. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഏതോ ഒരു പോയിൻ്റ്, എന്തായാലും സെക്കൻഡ് ഹാഫിലുള്ള ഏതോ ഒരു പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സെക്കൻഡ് ഹാഫിലുള്ള ഏതോ ഒരു പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വി ആണെന്ന് വിചാരിക്കുക. എന്താകട്ടെ, വി ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ പ്രൊജക്ഷൻ വെലോസിറ്റിയാണ് u. അപ്പോൾ ഞാൻ പ്രൊജക്ഷൻ വെലോസിറ്റി എന്ന് പറയുന്ന സാധനത്തെ നേരെ എടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ, പ്രൊജക്ഷൻ വെലോസിറ്റി എന്ന് പറഞ്ഞ സാധനത്തെ നേരെ എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവർ രണ്ടുപേരും നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞ എന്താണ്? ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ആണെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഏതാണ് ആ പോയിന്റ് എന്നാണ് ചോദിച്ചത്. ഏതാണ് ആ പോയിന്റ് നമുക്ക് ഈ ചോദ്യത്തെ അറിയാമെങ്കിലും നമ്മൾ അറിയാത്ത പോലെ ചെയ്യാണ്. അപ്പോൾ ബി ആണ് ആ പോയിന്റ് എന്ന് നമ്മൾ വിചാരിക്കട്ടെ. തൽക്കാലം ബി ആണ് ആ പോയിന്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയും അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും, അതായത് അതിൻ്റെ അപ്പോഴത്തെ വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 90 ആണ്. ഈ ആംഗിൾ 90 ആണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ആ പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ആ പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് എത്രയായിരിക്കും? തീറ്റ ആയിരിക്കും. 90 മൈനസ് തീറ്റ. നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ചോദ്യത്തിൽ നമുക്ക് ഈ തീറ്റ എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്? 45. അത് തന്നിട്ടില്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാവും തീറ്റ എത്രയാണ്? 45 ആണ്. ഈ ആംഗിൾ 90 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും. ഈ ആംഗിളും രണ്ട് ആംഗിളും എത്രയാണ്? 45 ആണ്. 45 ഡിഗ്രി വീതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം കിട്ടി. എന്താ അറിയുക? ഈ 45 നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ 45 ഞാൻ നിങ്ങൾക്ക് തിയറിയിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഈ 45 എന്തായിരുന്നു? അതിൻ്റെ വെലോസിറ്റി
ഒരു പ്രൊജക്ടൈലിൻ്റെ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണിത് അല്ലേ. ഒരു പ്രൊജക്ടൈൽ മോഷനിൽ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഓരോ ആംഗിൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കണ്ടോ, ഇവിടെ എത്തുമ്പം വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ ഇതാണ് ആ ആംഗിൾ, എന്തെങ്ങാട്ടെ തീറ്റ എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ആ ആംഗിളാണ് ഇപ്പോൾ നമുക്ക് എത്രയാണെന്ന് മനസ്സിലായത്, 45 ആണെന്ന് മനസ്സിലായത്. ആംഗിൾ ഓഫ് പ്രൊജക്ഷനും എത്രയാണ്, 45 ആണ്. വെലോസിറ്റി ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും എത്രയാണ്, 45 ആണ്. ഇനി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈ 45 മാറി 30 ആയിക്കഴിഞ്ഞാൽ അല്ലേ, ഈ ചോദ്യം ഇവർ ഇങ്ങനെ ഇട്ടു എന്ന് വിചാരിക്കുക. ഈ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അവർ മാറ്റിയിട്ട് 45 മാറ്റി 30 ആക്കി കഴിഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതും മാറും. ഈ 45 മാറിയിട്ട് എത്രയാവും, ഈ 45 എന്താവും, 30 ആവും. അപ്പോൾ ഇവിടെ മാറിയിട്ട് ഇത് 90 ആണെന്ന് ഒരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവിടെ എന്താവും, 60 ആവും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ കളി. അപ്പോൾ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ചോദ്യത്തിൽ ഇവിടെ 45 ആണ്, അപ്പോൾ ഇവിടെ 45 ആണ്, അപ്പോൾ ഇവിടെയും എന്താണ്, 45 ആണ്. അപ്പോൾ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു ആ ഇക്വേഷൻ? ആ ആംഗിൾ ഫൈ ആണെങ്കിൽ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ പഠിച്ചത്, യു സൈൻ തീറ്റ മൈനസ് ജി ടി ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. ഇതാണ് ആ ഇക്വേഷൻ. വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ ആണെങ്കിൽ ടാൻ ഫൈ ഈക്വൽ ടു യു സൈൻ തീറ്റ മൈനസ് ജി ടി ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. അതായത് വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്. അതാണ് വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. എന്നിട്ട് നോക്കാം, നമുക്ക് ഇവിടെ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്നറിയാം, 45 എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്താ അറിയാം, കാരണം നോക്കിയാൽ ഇതിൻ്റെ അസെൻറ്റിൽ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ആംഗിൾ 45, ഈ ആംഗിൾ തീറ്റ, ഇതൊക്കെ നോക്കിക്കേ, ഇതൊക്കെ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് മുകളിലേക്കാണ് ആംഗിൾ ഉണ്ടാക്കുന്നത് അല്ലേ. ഇനി ഇവിടെ നോക്കിയേ, ഇപ്പുറത്തെ ഹാഫിൽ നോക്കിയേ, വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ താഴേക്കാണ്. അപ്പോൾ മുകളിലോട്ടേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ താഴേക്ക് വരുമ്പോൾ ഈ ആംഗിൾ നമ്മൾ എന്തെടുക്കണം, നെഗറ്റീവ് എടുക്കണം. അപ്പോൾ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 45 അല്ല കൊടുക്കേണ്ടത്, എത്ര കൊടുക്കേണ്ടത്, -45 കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതെന്താവും, ടാൻ -45 ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ മൈനസ് ജി ടി ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. അങ്ങനെ അവിടെ എത്തി. യു സൈൻ, നമുക്കിതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ യു സൈൻ തീറ്റ ബൈ യു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ യു വെട്ടിപ്പോയി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താവും, ടാൻ തീറ്റ ആവും. ഓക്കെ, മൈനസ് ജി ടി ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ ഇങ്ങനെയാവും. അതിൽ നമുക്കറിയാം തീറ്റ എത്രയാണ്, വളരെ വ്യക്തമായിട്ട് അവർ നമുക്ക് തന്നിട്ടുണ്ട്. തീറ്റ എത്രയാണ്, 45 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ടാൻ -45 അല്ല, ടാൻ -45 എന്ന് വെച്ചാൽ -1 ആണ്. ടാൻ 45 എന്ന് വെച്ചാൽ എത്രയാണ്, 1 ആണ്. 1 മൈനസ് ജി ടി ബൈ യു കോസ് തീറ്റ. ഇനി ഇതിനെ ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ജി ടി ബൈ യു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2. ആൻഡ് നമ്മളോട് ടൈമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, 2u കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇതാണ് നമ്മളുടെ ടൈം, 2u കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഈ ടൈം കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സംശയം വരും, ഇത് ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലല്ലോ അല്ലേ. ടൈം ഓഫ് ഫ്ലൈറ്റ് 2u സൈൻ തീറ്റ ബൈ ജി അല്ലേ, ഇത് 2u കോസ് തീറ്റ ബൈ ജി അല്ലേ. സീനില്ല, കാരണം നമ്മളുടെ തീറ്റ 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രിയിൽ എന്താ പ്രത്യേകത, അറ്റ് 45 ഡിഗ്രി സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ എന്തും പറയാം, ഈ ടൈമിനെ 2u സൈൻ തീറ്റ ബൈ ജി എന്നും പറയാം. അതായത് നമ്മളുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് തന്നെയാണ് ഇത് എന്ന് നമ്മൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇത് നല്ല വഴി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ റിയൽ മെത്തേഡ്. പുസ്തകത്തിലൊക്കെ ഇതായിരിക്കും എഴുതിയിട്ടുണ്ടാവും, ആരൊക്കെ ഇത് എഴുതാൻ പറ്റുന്ന ഒരു വഴി ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയൽ മെത്തേഡ്. ഇനി ഇത് നമ്മൾ തട്ടിക്കൂട്ടാണ്. ഇത് നമ്മൾ വായിച്ചപ്പോൾ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വെച്ചാലും മതി. നമ്മൾ കണ്ടപ്പോൾ തന്നെ 45 ഡിഗ്രിയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അറ്റ് ദി ഫൈനൽ പോയിന്റിലായിരിക്കും വെലോസിറ്റിയും അതിൻ്റെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനും തമ്മിൽ ആംഗിൾ എന്താവുക, 90 ആവുക. ഇത്രയേ ഉള്ളൂ, നല്ല ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി കണ്ടു വെക്കുക. സംശയം തീർന്നിട്ടില്ലെങ്കിൽ എനിക്ക് അയച്ചാൽ മതി, ഞാൻ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.